ഞാനിന്ന് എത്തിയിരിക്കുന്നത് വ്യത്യസ്തമായൊരു അതിജീവനത്തിൻ്റെ കഥയുമായിട്ടാണ്. ഒരാൾക്ക് തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം സമൂഹത്തിൻ്റെ നൂലാമാലകളിൽ കുടുങ്ങി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ, മറ്റൊരാൾക്ക് തൻ്റെ പ്രിയതമൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പോരാളിയായി സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു. ഇത് വെറുമൊരു കഥ മാത്രമല്ല, പല പെൺകുട്ടികളുടെയും ജീവിതം തന്നെയാണ്. എന്നാൽ ഇനി നമുക്ക് സമയം കളയാതെ കഥയിലേക്ക് കടക്കാം. രാജസ്ഥാനിലെ നിഷ്കളങ്കയായ മീര എന്ന 18-കാരിയുടെ വിവാഹം കാണിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. വീട്ടിലെ കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും ആരും അറിയാതെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അദ്ദേഹം അവൾക്ക് നൽകി. അദ്ദേഹം അവളെ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ജീവിതം വളരെയധികം സന്തോഷം നിറഞ്ഞത് മാത്രമായിരുന്നു. ഇതിനിടയിലാണ് ആന്ധ്രാപ്രദേശിലുള്ള സീനത്തിനെ നമ്മൾ കാണുന്നത്. വർഷങ്ങളായുള്ള പ്രണയമാണ് ആമിറും സീനത്തും തമ്മിൽ. വീട്ടുകാരുടെ കടുത്ത എതിർപ്പ് കാരണം ആരും അറിയാതെ ഇരുവർക്കും വിവാഹിതരാകേണ്ടി വരുന്നു. ദിവസങ്ങൾക്ക് ശേഷം വിദേശത്ത് ജോലിക്ക് പോകേണ്ടി വന്ന ആമിറിന് സീനത്തിനെക്കുറിച്ച് വീട്ടിൽ അറിയിക്കാതെ മറ്റൊരു മാർഗവും ഉണ്ടായില്ല. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ വീട്ടുകാർ ഇരുവരെയും സ്വീകരിക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ സ്വപ്നം കണ്ട ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വളരെ വിഷമത്തോടെ ആമിറിന് സീനത്തിനോട് യാത്ര പറഞ്ഞ് വിദേശത്തേക്ക് പോകേണ്ടി വരികയാണ്. ഇവിടെ മീരയുടെ ജീവിതവും മറ്റൊന്നായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് അധിക നാളായില്ലെങ്കിലും കടുത്ത ദാരിദ്ര്യം കാരണം മീരയുടെ ഭർത്താവിനും എത്രയും പെട്ടെന്ന് ജോലിക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. മധുവിധ നാളുകളിലെ സന്തോഷങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അവർക്കിരുവർക്കും പിരിയേണ്ടി വന്നിരിക്കുകയാണ്. എന്നിരുന്നാലും തൊട്ടടുത്ത് കാണുന്ന വീട്ടിൽ നിന്നും വല്ലപ്പോഴും ലഭിക്കുന്ന ഫോൺ കോളിലൂടെ അവൾ വളരെയധികം സന്തോഷവതിയായി കാണപ്പെട്ടു. അങ്ങനെ ഒരു നാൾ അവൾ ആ സന്തോഷ വാർത്ത അറിയുകയാണ്. ഞാൻ അധികം താമസിയാതെ തിരികെ നാട്ടിലേക്ക് എത്തുന്നു, നിന്നെ കൂടി കൂട്ടിക്കൊണ്ടുവരുവാനായി. ഈ വാർത്ത കേട്ടൊരു മാൻകുട്ടിയെ പോലും തുള്ളിച്ചാടിയാണ് അന്ന് അവൾ വീട്ടിലേക്ക് എത്തിയത്. അവളുടെ സന്തോഷം കണ്ട് അവളുടെ അച്ഛനും അമ്മയും വളരെയധികം സന്തോഷിച്ചു. അവർ അവളെ മരുമകളായിട്ടായിരുന്നില്ല കണ്ടിരുന്നത്, തങ്ങളുടെ സ്വന്തം മകളായിട്ട് തന്നെയായിരുന്നു. തങ്ങളുടെ മകൾ വന്നു കയറിയതിന് ശേഷമാണ് തങ്ങൾക്ക് എല്ലാ ഭാഗ്യവും വന്നതെന്ന് ആ അച്ഛൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അധികം താമസിയാതെ തന്നെ എൻ്റെ മകൻ കടങ്ങളെല്ലാം തീർത്ത് ജപ്തിയിലിരിക്കുന്ന ഈ വീടും സ്വന്തമാക്കുമെന്ന് അദ്ദേഹം അഭിമാനത്തോടെ കൂട്ടുകാരോട് പറഞ്ഞു. ഇവിടെ മറ്റൊരു ഭാഗത്ത് സീനത്തും തൻ്റെ പ്രിയതമനെ കത്തുകളിലൂടെ മാത്രമാണ് അറിയുന്നത്. എന്നിരുന്നാലും ആ കിട്ടുന്ന നിമിഷങ്ങൾ അവൾക്ക് വളരെ വിലപ്പെട്ടത് തന്നെയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. ഈയിടെയായി മീരയുടെ ഭർത്താവായ ശങ്കറിൻ്റെ കത്തുകളോ മണി ഓർഡറോ ഒന്നും തന്നെ വരാതായി. അത് കാരണം വീട്ടുകാരും മീരയും വളരെയധികം വിഷമത്തിലാണ്. അങ്ങനെ ഇരിക്കെ ഒരു നാൾ മീര ഗ്രാമമുഖ്യൻ്റെ വീട്ടിലെത്തി ശങ്കറിൻ്റെ വിവരങ്ങൾ അറിയുന്നതിനായി ഫോൺ ചെയ്യുന്നു. പല പ്രാവശ്യം അവൾ ഫോൺ ചെയ്തെങ്കിലും ആരും തന്നെ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ആരോ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. പെട്ടെന്ന് അവൾ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. നിലത്തേക്ക് ബോധരഹിതയായി അവൾ വീഴുന്നു. അതേസമയം മറ്റൊരു ഭാഗത്ത് സീനത്തിനും വിദേശത്തു നിന്നൊരു ഫോൺ കോൾ വരികയാണ്. നിങ്ങളുടെ ഭർത്താവ് ഒരു കൊലക്കുറ്റത്തിന് ഇപ്പോൾ ജയിലിലാണ്, വധശിക്ഷയ്ക്കാണ് വിധിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞതോടുകൂടി സീനത്തും തകർന്ന് തരിപ്പണമായി. ഇരു വീടുകളിലും കണ്ണീരും ദുഃഖവും മാത്രം തളം കെട്ടി നിൽക്കുന്നു. നാട്ടിലെങ്ങും വാർത്ത കാട്ടുതീ പോലെ പടർന്നു. വിധവയായ പെൺകുട്ടിയെ അധികം നാൾ വീട്ടിലിരുത്താൻ പാടില്ല. വിധവയുടെ എല്ലാ രീതിരിവാസുകൾക്കനുസരിച്ച് തന്നെ അവൾ സമൂഹത്തിൽ ജീവിക്കണം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടിയ സീനത്തിനെ കാണാൻ ദിവസങ്ങൾക്ക് ശേഷം ഒരു ഉദ്യോഗസ്ഥൻ എത്തുകയാണ്. നിങ്ങളുടെ ഭർത്താവിന് വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. അതിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങളുടെ ഭർത്താവിന് ഒരു വഴി മാത്രമേ ഉള്ളൂ. മരണപ്പെട്ട വ്യക്തിയുടെ പെൺകുട്ടി നിങ്ങൾക്ക് മാപ്പ് തരണം. ഇത്രയും പറഞ്ഞ് സീനത്തിന് നേരെ അദ്ദേഹം ഒരു കടലാസ് നീട്ടി. ഇതാ നിങ്ങളുടെ ജീവിതം ഈ കടലാസിനുള്ളിലാണ്. അതും കെട്ടിപ്പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരയുകയായിരുന്നു സീനത്തപ്പോൾ. കാരണം ആരാണെന്നോ എവിടെയാണെന്നോ ഏത് വ്യക്തിയാണെന്നോ ഒന്നും തന്നെ സീനത്തിന് അറിയില്ലായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ ഏത് വിധേനയും രക്ഷിച്ചേ മതിയാവൂ. അതിനുള്ള മാർഗം തേടി അവൾ തൻ്റെ പിതാവിൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തെത്തി. ഒരുപാട് നിർബന്ധത്തിന് ശേഷം അയാൾ അവൾക്ക് അതിനുള്ള വഴി പറഞ്ഞു കൊടുത്തു. നിനക്ക് ഞാൻ പരിചയമുള്ളൊരു ട്രക്ക് ഡ്രൈവറെ പരിചയപ്പെടുത്തി തരാം. അദ്ദേഹം നിന്നെ രാജസ്ഥാനിലെത്തിക്കും. അങ്ങനെ യാതൊരു പരിചയവുമില്ലാത്ത ഒരു വ്യക്തിയോടൊപ്പം ഒറ്റയ്ക്ക് സീനത്ത് യാത്രയായി തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനായി. 1-2 ദിവസത്തെ കഷ്ടപ്പാടുകൾക്കും യാത്രയ്ക്കും ഒടുവിൽ അവൾ രാജസ്ഥാനിൽ എത്തിച്ചേർന്നു. എന്നാൽ തൻ്റെ ഭർത്താവ് കൊല ചെയ്ത ആ വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കാൻ, എവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീടെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പോഴും സീനത്തിന് സാധിച്ചിട്ടില്ല. മറ്റൊരു ഭാഗത്ത് വളരെ ദയനീയമാണ് മീരയുടെ അവസ്ഥ. അവൾ ഇന്നൊരു വിധവയാണ്. ഒരു വിധവയുടെ എല്ലാ നിയന്ത്രണങ്ങളും അവൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അവളുടെ ജീവിതത്തിൻ്റെ നിറങ്ങളെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പുറത്തിറങ്ങാനോ കൂട്ടുകാരുമായി ഒന്ന് സംസാരിക്കുവാനോ എന്തിന് സ്വന്തം വീട്ടിലൊന്ന് പോകാനോ പോലും അവൾക്ക് അനുവാദം ലഭിക്കുന്നില്ല. കരഞ്ഞ് തളർന്ന കണ്ണുകളോടെ ആ വീടിൻ്റെ 4 മുറിക്കുള്ളിൽ കഴിഞ്ഞുകൂടുകയാണ് അവളിപ്പോൾ.
ഇതിനിടയിൽ മീരയെ അന്വേഷിച്ച് നടന്ന സീനത്ത് വിശന്ന് വലഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിനായി ഒരു ഭക്ഷണശാലയിലെത്തുന്നു. അവിടെ വെച്ച് ഒരു ജ്യോത്സ്യനെ പരിചയപ്പെടുകയാണ്. ജ്യോത്സ്യനായതുകൊണ്ട് തന്നെ നാടിൻ്റെ മുക്കും മൂലയും അറിയാമെന്ന് കരുതി സീനത്ത് അയാളോട് മീരയുടെ വീടും കാര്യങ്ങളുമൊക്കെ അന്വേഷിക്കുന്നു. അതേസമയം തൻ്റെ അടുത്തിരിക്കുന്നത് ഒരു വലിയ കള്ളനാണെന്നുള്ള വിവരം സീനത്തിന് അറിയില്ലായിരുന്നു. അയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടത് സീനത്തിൻ്റെ ബാഗ് അടിച്ചു മാറ്റിക്കൊണ്ടായിരുന്നു. അതോടുകൂടി രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും സീനത്തിൻ്റെ മുന്നിൽ നിന്നും മാഞ്ഞു കഴിഞ്ഞിരുന്നു. ഒട്ടും പരിചയമില്ലാത്തൊരു ദേശത്ത് ഒറ്റയ്ക്ക്, അതും അപരിചിതമായൊരു സ്ഥലത്ത്. ഈ അവസ്ഥ മുതലെടുത്ത് ഒറ്റയ്ക്കായ പെൺകുട്ടിയെ ആക്രമിക്കാനായി അവിടേക്ക് 2 വ്യക്തികൾ എത്തുന്നു. പെട്ടെന്ന് അവളെ രക്ഷിക്കുന്നതിനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ എത്തുകയാണ്. അത് മറ്റാരുമായിരുന്നില്ല, ജ്യോത്സ്യനായി അവളെ മുന്നിലെത്തിയ ആ വ്യക്തി തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അയാളൊരു പോലീസ് ഉദ്യോഗസ്ഥനൊന്നും ആയിരുന്നില്ല, നാട്ടിലെ അറിയപ്പെടുന്നൊരു കള്ളൻ തന്നെയായിരുന്നു. എപ്പോഴാണോ അദ്ദേഹത്തിന് സീനത്തിൻ്റെ ബാഗ് കിട്ടിയത്, അതിൽ നിന്നും അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ സീനത്തിനെ സഹായിക്കണമെന്ന് കരുതിയാണ് അയാൾ തിരികെ അവിടെ എത്തിയത്. ഒറ്റയ്ക്കുള്ള ആ പെൺകുട്ടിയുടെ യാത്ര കണ്ട് അവളോട് സഹതാപം തോന്നിയ അദ്ദേഹം അവളെ സഹായിക്കാമെന്ന് തന്നെ തീരുമാനിക്കുന്നു. ഒടുവിൽ സീനത്തിനെ ബോധ്യമായി തൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തി അത്രയ്ക്കങ്ങ് ദുഷ്ടനൊന്നുമല്ല എന്ന്. അതുകൊണ്ട് തന്നെ സീനത്ത് തൻ്റെ കയ്യിലുള്ള ഫോട്ടോ അയാൾക്ക് കാണിച്ചു കൊടുത്തു. ഇതാണ് എൻ്റെ ഭർത്താവ്, കൂടെ നിൽക്കുന്ന ആളാണ് മരണപ്പെട്ടു പറയുന്ന ആ വ്യക്തി. ജ്യോത്സ്യനായ രാഘവൻ ഏറെ നേരം ആ ഫോട്ടോയിൽ നോക്കിയപ്പോഴേക്കും പെട്ടെന്ന് പറയുകയാണ്, ഈ ഫോട്ടോയുടെ പിന്നിൽ കാണുന്ന ഫോട്ടോയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം നിൽക്കുന്ന ആ ചിത്രത്തിൽ ആ കാണുന്ന സ്ഥലം എനിക്ക് നല്ല പരിചയമുണ്ട്. നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് അങ്ങോട്ട് മീരയുടെ വീട് ലക്ഷ്യമാക്കിയുള്ള അന്വേഷണങ്ങളായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ അവർ മീരയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ശങ്കറിൻ്റെ വീട്ടിലെത്തി അവൾ സ്വയം പരിചയപ്പെടുത്തി, ഞാൻ ശങ്കറിൻ്റെ കൂട്ടുകാരൻ ആമീറിൻ്റെ വൈഫാണ്. ഇത് കേട്ടതും ശങ്കറിൻ്റെ അച്ഛനും അമ്മയും വളരെയധികം സന്തോഷിച്ചു. ഏറെ സന്തോഷത്തോടെ അവരിരുവരും സീനത്തിനെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി. തൻ്റെ മകൻ്റെ മരണവിവരം അറിഞ്ഞായിരിക്കും വന്നതെന്നാണ് അവരാദ്യം കരുതുന്നത്. അതിനുശേഷം അവൾക്ക് ചായയും മറ്റും നൽകി സൽക്കാരം നടത്തി. പിന്നീട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. ഇതിനിടയിൽ എപ്പോഴാണ് സീനത്തിൻ്റെ വായിൽ നിന്നും അബദ്ധത്തിൽ ആ സത്യം പുറത്തേക്ക് വീഴുന്നത്. പെട്ടെന്ന് തന്നെ ശങ്കറിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഭാവം മാറി. ഒരാക്രോശത്തോടെ അയാൾ പറഞ്ഞു, ഇറങ്ങിപ്പോടി പുറത്തുനിന്ന്. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട മീര കരഞ്ഞുകൊണ്ടാണ് അന്ന് അവിടെ നിന്നിറങ്ങിയത്. എന്നിരുന്നാലും അവൾ പരാജയപ്പെട്ട് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. എങ്ങനെയെങ്കിലും ശങ്കറിൻ്റെ ഭാര്യ മീരയെ കണ്ടെത്തുക, അതായിരുന്നു അവളുടെ ലക്ഷ്യം. ഗ്രാമവാസികളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് വിധവകളാരും അധികമൊന്നും പുറത്തേക്ക് ഇറങ്ങില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും അമ്പലത്തിലേക്ക് മാത്രം പോകുന്ന മീരയെ കാത്തിരിപ്പായി പിന്നീട് സീനയുടെ പണി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു നാൾ സീനത്ത് മീരയെ കണ്ടെത്തുകയാണ്, അതേ അമ്പലത്തിൽ വെച്ച് തന്നെ. ദിവസങ്ങൾ നീണ്ട് തൻ്റെ കഷ്ടപ്പാടിന് ഫലം ലഭിച്ചിരിക്കുകയാണ്. സീനത്ത് സന്തോഷത്തോടെ മീരയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നാൽ ഒരു നിമിഷത്തേക്ക് അവളൊന്ന് ചിന്തിച്ചു, സത്യങ്ങൾ തുറന്നു പറയണമോ വേണ്ടയോ എന്ന്. കാരണം സത്യം അറിഞ്ഞാൽ ചിലപ്പോൾ ശങ്കറിൻ്റെ അച്ഛനും അമ്മയും തന്നെ ആട്ടി ഇറക്കിയതുപോലെ മീരയും തന്നോട് പ്രതികരിച്ചാലോ എന്ന് സീനത്ത് ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ പിന്നീട് സീനത്ത് അവിടെ പുതുതായി എത്തിയ നാട്ടുകാരിയെ പോലെ മീരയെ പരിചയപ്പെടുകയാണ്. അങ്ങനെ ഇരുവർക്കും ഇടയിൽ പതിയെ പതിയെ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ രൂപപ്പെട്ടു വന്നു. പിന്നെ മീര അമ്പലത്തിലേക്ക് എത്താറുള്ള എല്ലാ ദിവസങ്ങളിലും സീനത്ത് അവളെ കാണാനായി അവിടെ എത്തുമായിരുന്നു. അങ്ങനെ ഇരുവർക്കുമുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴം കൂടിക്കൂടി വന്നു. പരസ്പരം എന്തും ഏതും പറയാവുന്ന അവസ്ഥയിലേക്ക് ഇരുവരും എത്തിക്കഴിഞ്ഞിരുന്നു. വിദ്യാഭ്യാസവും വിവരവും ബോൾഡ്നെസ്സുമുള്ള ഒരു വ്യക്തിയായിരുന്നു സീനത്ത്. അതുകൊണ്ട് തന്നെ പാവം മീരയെ തന്നിലേക്ക് പെട്ടെന്ന് അവൾക്ക് ആകർഷിക്കാൻ സാധിച്ചു. അതുമാത്രമല്ല, നിഷ്കളങ്കയായ മീരയെ സമൂഹത്തിൻ്റെ ക്രൂരതകളിൽ നിന്നും രക്ഷിച്ചെടുക്കണമെന്നും സീനത്ത് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ മീരയോട് തുടർന്ന് പഠിക്കണമെന്നും നിന്റെ ജീവിതം ഇങ്ങനെ 4 ചുമരുകൾക്കുള്ളിൽ തടച്ചിടാനുള്ളതല്ല എന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ തൻ്റെ കയ്യിലുള്ള ഭർത്താവിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് സീനത്ത് പറയുകയാണ്, എൻ്റെ ഭർത്താവ് ഒരു ജോലി തേടി ഈ നാട്ടിലെത്തിയതാണ്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കുന്നില്ല. അദ്ദേഹത്തെ അന്വേഷിച്ചാണ് ശരിക്കും ഞാൻ ഈ നാട്ടിലെത്തിയിരിക്കുന്നത്. ഈ വാക്കുകൾ കേട്ട മീരയ്ക്ക് വളരെയധികം വിഷമമായി. കാരണം താനും ഭർത്താവ് നഷ്ടപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ സീനത്തിൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും കണ്ടെത്താൻ സഹായിക്കാമെന്ന് മീര അവൾക്ക് ഉറപ്പ് നൽകുന്നു. മീരയ്ക്കുള്ളിൽ നിഷ്കളങ്കയായ ഒരു 18കാരി ഇപ്പോഴും ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സീനത്ത് അവളെയും കൂട്ടി സിനിമയ്ക്ക് പോവുകയാണ്. മാത്രമല്ല, അവൾക്കിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും സീനത്ത് അവൾക്കായി ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഒരിക്കലും പിരിയാനാകാത്തൊരു കൂട്ടുകാരായി അവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി സീനത്തിൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് മീര തീരുമാനിക്കുന്നു. അതിനായി അവൾ അവിടെയുള്ളൊരു ഉദ്യോഗസ്ഥൻ്റെ സഹായം തേടുകയാണ്. അതേസമയം അതിസുന്ദരിയായ മീരയെ കണ്ട അയാൾ ഒരു പ്രപ്പോസലുമായി മീരയുടെ വീട്ടിലെത്തുന്നു. വിവാഹിതയാണെന്നറിഞ്ഞതോടുകൂടി അദ്ദേഹം മറ്റൊരു കണ്ടീഷൻ വയ്ക്കുകയാണ്. കടത്തിലായ ഈ വീടും വസ്തുക്കളും സ്വർണ്ണങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് തിരികെ എടുത്തു തരാം. പകരം കുറച്ച് നാളത്തേക്ക് മീരയെ എൻ്റെ കൂടെ വിടണം.
ആദ്യമൊക്കെ ശങ്കറിൻ്റെ ഇതിനെതിരായിരുന്നുവെങ്കിലും പിന്നീട് ചിന്തിച്ചപ്പോൾ യാതൊരു വരുമാന മാർഗവുമില്ലാതെ എങ്ങനെ ഇനി മുന്നോട്ട് ജീവിക്കുമെന്ന് അയാൾ ആലോചിച്ചു. മാത്രമല്ല വീടും ജപ്തി ഭീഷണിയിലാണ്. അധികം താമസിയാതെ എല്ലാവരും ഈ വീട് വിട്ടിറങ്ങേണ്ടി വരും. ഒത്തിരി നേരത്തെ ആലോചനകൾക്ക് ശേഷം അയാൾ ആ ഉദ്യോഗസ്ഥന് വാക്കുകൊടുത്തു മീരയെ അയാളോടൊപ്പം അയക്കാമെന്ന്. ഇവിടെ മറ്റൊരു ഭാഗത്ത് തനിക്ക് വേണ്ടി ഇത്രയുമൊക്കെ ചെയ്യുന്ന മീരയെ ഇനി അധികനാൾ പറ്റിക്കുന്നത് ശരിയല്ല എന്ന് സീനത്തിന് തോന്നി. അതുകൊണ്ട് തന്നെ ഒരു നാൾ സീനത്ത് ആ സത്യങ്ങളൊക്കെ മീരയോട് പറയുകയാണ്. കരണത്തൊരടിയായിരുന്നു സീനത്തിന് അപ്പോൾ കിട്ടിയ ആ മറുപടി. എന്നാൽ പെട്ടെന്ന് തന്നെ മീര വല്ലാണ്ട് കരയാൻ തുടങ്ങി. ഇത് കണ്ട് സീനത്തിനും വളരെയധികം വിഷമമായി. തൻ്റെ അവസ്ഥ, തൻ്റെ കയ്യിലിരിക്കുന്ന കത്ത് എല്ലാം സീനത്ത് മീരയെ ബോധ്യപ്പെടുത്തി. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ജീവൻ എടുത്തവൻ്റെ ജീവൻ രക്ഷിക്കാൻ മീര ഒരു വിധത്തിലും തയ്യാറായിരുന്നില്ല. പെട്ടെന്ന് തന്നെ തൻ്റെ കൂട്ടുകാരിയോട് അവിടെ നിന്നും പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് മീര തൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ മീരയോട് ഇത്രയും സമയം നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ച് ശങ്കറിൻ്റെ പിതാവ് ദേഷ്യപ്പെടുകയാണ്. അതിനുശേഷം അകത്തേക്ക് കയറി പോകൂ, നാളെ നിനക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ളതാണെന്ന് പറയുന്നെങ്കിലും മീര എൻ്റെ ശരീരത്തിൽ നിങ്ങൾ തുടരുത് എന്ന് അദ്ദേഹത്തോട് ദേഷ്യത്തിൽ പറയുകയാണ്. അന്ന് ആദ്യമായി അവളൊരു ജീവനുള്ള വസ്തുവാണെന്ന് അവൾ സ്വയം തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്നാൽ ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ ശങ്കറിൻ്റെ അച്ഛൻ അവളെ വലിച്ചു കൊണ്ടുവന്ന് ഒരു മുറിയിലേക്ക് തള്ളിയിട്ട് പൂട്ടിയിട്ടു. മറ്റൊരു ഭാഗത്ത് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് സീനത്ത് തൻ്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഇവിടെ ഉറക്കത്തിലായിരുന്ന ശങ്കറിൻ്റെ പിതാവ് അറിയാതെ അവൻ്റെ മുത്തശ്ശി താക്കോൽ എടുത്തു കൊണ്ടുവന്ന് മീരയെ സ്വതന്ത്രയാക്കുന്നു. മകളെ, നീ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടൂ, ഈ ക്രൂരൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ ജീവിതം നരകത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞായിരുന്നു അവർ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയത്. എന്നെപ്പോലെ ഇനി മറ്റൊരു പെൺകുട്ടിയും വിധവയാവാൻ പാടില്ല, സമൂഹത്തിൽ അവൾ താൻ നേരിടുന്നത് പോലെ ക്രൂരതകൾ നേരിടാൻ പാടില്ല എന്ന് കരുതി മീര സീനത്തിനെ അന്വേഷിച്ച് അതേ അമ്പലത്തിലേക്ക് ഓടി. അപ്പോഴായിരുന്നു സീനത്ത് അവൾക്കായി അവിടെ എഴുതി വച്ചിരിക്കുന്ന ലെറ്റർ അവൾ കാണുന്നത്. ആ കത്തിൽ സീനത്ത് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിരുന്നു. ഞാനൊരിക്കലും നിന്നെ ചതിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. നമ്മുടെ സ്നേഹത്തെ ഒരിക്കലും ഉപയോഗിക്കാനും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ നിന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയായിരുന്നു. കത്തിലെ സത്യാവസ്ഥയും സീനത്തിൻ്റെ യഥാർത്ഥ സ്നേഹവും മനസ്സിലാക്കിയ മീര കത്തുമായി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി. കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടിയെത്തിയപ്പോഴേക്കും ട്രെയിൻ അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഓടിയെത്തിയ മീര വിൻഡോ സീറ്റിനടുത്തിരിക്കുന്ന സീനത്തിന് നേർക്കൊരു കടലാസ് നീട്ടി. അത് മറ്റൊന്നുമായിരുന്നില്ല, താൻ അമീറിനോട് ക്ഷമിച്ചിരിക്കുന്നു എന്നായിരുന്നു. പെട്ടെന്ന് തന്നെ സീനത്ത് പുറത്തേക്ക് വന്ന് തൻ്റെ കൈ മീരയ്ക്ക് നേരെ നീട്ടി. മീര ഓടി വന്ന കയ്യിൽ ദൃഢമായി പിടിച്ചു. അങ്ങനെ സീനത്തിനോടൊപ്പം സ്വാതന്ത്ര്യത്തിൻ്റെ മറ്റൊരു ലോകത്തേക്ക് അവളും യാത്രയായി. ഇങ്ങനെ ഈ മനോഹരമായൊരു സീൻ കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.